ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എമിറേറ്റ്സ് NBD അക്കൗണ്ട് ഓൺലൈൻ ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് ലൈവ് ആപ്ലിക്കേഷനാണ്. NBDയുടെ ലൈവ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, ലൈവ് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും, ഇൻസ്റ്റൻറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ താഴെ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് നമ്മൾ സൈൻ അപ്പ് ലോഗിൻ എന്ന പേജിലേക്ക് പോവുക. നമ്മൾ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ക്വസ്റ്റ്യൻ ഇൻ്റർഫേസ് നമുക്ക് ഓപ്പൺ ആവുന്നത്. വാട്ട് ഈസ് യുവർ ഫ്രണ്ട് കോൾ യു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ അക്കൗണ്ട് ആരെങ്കിലും പ്രൊമോ കോഡ് യൂസ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പ്രൊമോ കോഡ് നമുക്കിതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആവശ്യം അത് നമുക്ക് ഓപ്ഷണലാണ്. അതിന് ശേഷം നമ്മളൊരു സെൽഫി നമ്മുടെ ഫേസ് റിക്കഗ്നീഷന് വേണ്ടി അവർ ചോദിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വിൻഡോ ഓപ്പൺ ആവും. പെർഫെക്റ്റ്, നൗ ഇറ്റ്സ് ക്രിയേറ്റ് യുവർ ഡീറ്റെയിൽസ്. നമ്മളെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ UI മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അത് വീണ്ടും ടൈപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് കൺഫർമേഷന് വേണ്ടി. അതിനുശേഷം പാസ്വേഡ്, നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് നമുക്ക് അറിയേണ്ടതാണ്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ട ഈ ഇമെയിൽ അഡ്രസ്സ് ആൻഡ് പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പാസ്വേഡ് 1 ഡിജിറ്റ് ആൻഡ് 1 അപ്പർ കേസ് ലെറ്റർ റിക്വയർമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്തതിന് ശേഷം കാണാം, നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിലേക്കൊരു OTP വരുന്നതാണ്. ആ OTP നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ് വെരിഫിക്കേഷന് വേണ്ടി. അപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ കാർഡ് സ്ക്രീനിൽ ഷോ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അതിൽ നമുക്ക് കാണാം, യുവർ അക്കൗണ്ട് ഈസ് ബീയിങ് ആക്ടിവേറ്റഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മളോട് വെയിറ്റ് ചെയ്യാനൊരു ഓപ്ഷനാണ് വന്നത്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കാണാം, നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ് ഇൻ UI, നമ്മുടെ വില്ല നമ്പർ, സ്ട്രീറ്റ് നെയിം, അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽ അതിൽ ഫിൽ ചെയ്യാൻ, ബിൽഡിംഗ് നമ്പർ, ബിൽഡിംഗ് നെയിം നമ്മളത് കറക്റ്റായി ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഏത് എമിറേറ്റിലാണോ നിങ്ങൾ, ദുബായ് ആണോ, ഫുജൈറ ആണോ, ഷാർജ ആണോ, എല്ലാ എമിറേറ്റിലും നമുക്ക് ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഡെലിവറി ഡീറ്റെയിൽസ് നമുക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബിൽഡിംഗ് നമ്പർ ഷാർജ സെലക്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ എന്ത് സെക്യൂരിറ്റി ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് അതിനുള്ള ഉത്തരം നമ്മൾ സീക്രട്ട് ആൻസറായി നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ അക്കൗണ്ട് ഇൻ കേസ് എനി പ്രോബ്ലം, നമുക്ക് പാസ്വേഡ് റിക്കവറി അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഈ ആൻസർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മളുടെ അക്കൗണ്ട് എനി പ്രോബ്ലം, ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോവുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മളോട് ബാങ്ക് ഓതറൈസേഷന് വേണ്ടി നമ്മളോട് ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസേഴ്സ് എന്തുമായാലും നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ നമ്മൾ ചെയ്തു. ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ബാങ്ക് കൺസിഡർ ചെയ്യും. ഇൻ കേസ് എനി പ്രോബ്ലം നമുക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ
സെലക്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അക്കൗണ്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമുക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടിയാൽ നമുക്ക് എമിറേറ്റ്സ് ഐ ഡി നമ്മളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഡീറ്റെയിൽ എല്ലാം നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ ആപ്ലിക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര സിമ്പിളാണ് നമുക്ക് എമിറേറ്റ്സ് NBDയുടെ ലൈവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ.